ഹലോ, നമ്മൾ റെഗുലർ മീറ്റിംഗിലേക്ക് പ്രവേശിക്കുകയാണ്. ബാങ്ക് അനുരഞ്ജന പ്രസ്താവനയെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ഇനി നമുക്ക് സൃഷ്ടി സ്ക്രീനിൽ ക്ലിക്ക് ചെയ്ത് സൃഷ്ടി സ്ക്രീനിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഇതാ സിബിയു ഇടപാടും എസ്എച്ച് ഇടപാടും. നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുകളുണ്ട്. ഇവിടെ ഇടപാടിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരുത്താം. ഇവിടെ സ്വയം സഹായ സംഘത്തിന്റെ ഇടപാടിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരുത്താൻ കഴിയും. കാരണം ഇവിടുത്തെ അംഗങ്ങൾ സ്വയം സഹായ സംഘങ്ങളാണ്. അവരുടെ തിരുത്തൽ ഇവിടെ ചെയ്യും. സിബിഒയ്ക്കുള്ള തിരുത്തൽ ഞങ്ങൾ വരുത്തും. എല്ലാ തലകളും കാണിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സ്ഥാപനത്തിൽ CLF, SRLM, മറ്റ് ഓപ്ഷനുകൾ എന്നിവ ലഭ്യമാണ്. 300 രൂപയുടെ സസ്പെൻസ് ഉണ്ടായിരുന്നതിനാൽ നമ്മൾ മറ്റേത് തിരഞ്ഞെടുക്കും. നിങ്ങൾ സസ്പെൻസ് ക്രമീകരിക്കേണ്ടിവരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ സസ്പെൻസ് മൈനസിലായിരുന്നു. ഞങ്ങൾ നൽകിയിട്ടില്ലാത്ത ചില പേയ്മെന്റുകൾ ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്നു. തലക്കെട്ടിൽ നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് തിരഞ്ഞെടുക്കും. 300 രൂപ ഞങ്ങളുടെ സസ്പെൻസിലായിരുന്നു. ഇപ്പോൾ അവ എന്തായിരുന്നുവെന്ന് നമുക്കറിയാം. സ്ഥാപനത്തിൽ എപ്പോഴും മറ്റുള്ളവർ ഉണ്ടാകും. ഞങ്ങളുടെ തല ഒരു യാത്രാ സാമഗ്രിയാണെന്ന് ഞങ്ങൾ കരുതുന്നു. നമുക്ക് ഇവിടെയും വിവരണം നൽകാം. നിങ്ങൾക്ക് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ എന്തും വിവരിക്കാം. നമ്മൾ ഡാറ്റ സേവ് ചെയ്താൽ നമ്മുടെ ഡാറ്റയും സേവ് ചെയ്യപ്പെടും. ഈ രീതിയിൽ നിങ്ങൾക്ക് തിരുത്തലുകൾ വരുത്താൻ കഴിയും. ഈ രീതിയിൽ സ്വയം സഹായ സംഘ തലത്തിലും തിരുത്തൽ നടക്കും. നീ നിന്റെ സസ്പെൻസ് അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ യാത്രാ ചെലവുകൾ. അതിനുശേഷം ഡിസ്പ്ലേ ഫണ്ട് ഫ്രം FDMൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഫ്രം ഡേറ്റ് ആൻഡ് ടു ഡേറ്റ് എന്ന് തിരിയണം. തീയതി മുതൽ 2014. തീയതി, നിലവിലെ തീയതി. ഞങ്ങൾ സമർപ്പിച്ചാൽ ഞങ്ങളുടെ ഫണ്ടുകൾ കാണാൻ കഴിയും. SRLMൽ നിന്ന് എന്ത് ഫണ്ടുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ആ ഫണ്ടുകൾ ഇവിടെ കാണാം. നമുക്ക് തിരികെ പോകാം. നമ്മുടെ എല്ലാ മീറ്റിംഗ് എൻട്രികളും പൂർത്തിയായി. പതിവ് മീറ്റിംഗ് പൂർത്തിയായി. ഇനി നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം. മീറ്റിംഗ് അവസാനിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? നമുക്ക് അത് അടയ്ക്കാം. നമ്മുടെ സംഗ്രഹം ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് അത് പ്രിന്റ് ചെയ്ത് അംഗീകാരത്തിനായി അയയ്ക്കാം. ഈ രീതിയിൽ നമ്മുടെ മീറ്റിംഗ് അംഗീകാരത്തിന് തയ്യാറാകും. നന്ദി.